സർക്കാർ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം നടപ്പാക്കാനുള്ള ആരോഗ്യവകുപ്പ് പദ്ധതിയിൽ എതിർപ്പുമായി ഡോക്ടർമാരുടെ സംഘടന രംഗത്തെത്തിയിട്ടുണ്ട്. മതിയായ ഡോക്ടർമാരില്ലാതെയാണ് സർക്കാർ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്ന് KGMOA പരാതിപ്പെടുന്നു. കുറവ് നികത്താൻ ഡോക്ടർമാരെ പുനർവിന്യസിക്കുകയാണ്. ഇത് മറ്റ് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും സംഘടന വ്യക്തമാക്കുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് പദ്ധതി ആദ്യം നടപ്പാക്കുന്നത്. പദ്ധതി നടപ്പാക്കാൻ അവിടേക്ക് 11 ഡോക്ടർമാരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. പിന്നാലെയാണ് KGMOAയുടെ പ്രതികരണം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ആരോഗ്യവകുപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. ഇനി മുതൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം ഉറപ്പുവരുത്താനുള്ള നീക്കത്തിലാണ് ആരോഗ്യവകുപ്പ്. ജില്ലാ ജനറൽ ആശുപത്രികളിലായിരിക്കും ഇത്തരത്തിൽ സേവനമുണ്ടാവുക. മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റെഫറലുകൾ തടയുന്നതിനൊപ്പം രോഗികൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്തുക കൂടിയാണ് ലക്ഷ്യം. സാധാരണ OP സമയത്തിനു ശേഷവും സർജറി, ഓർത്തോ, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക് വിഭാഗങ്ങളിലെ വിദഗ്ധരുടെ സേവനം ഉറപ്പുവരുത്താനാണ് നീക്കം. അതായത് 24 മണിക്കൂറും സർക്കാർ ആശുപത്രികളിൽ സ്പെഷ്യലിസ്റ്റ് സേവനമുണ്ടാകും. സംസ്ഥാനത്ത് പൂർണ്ണമായി പദ്ധതി നടപ്പാക്കാൻ 6 മാസം വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസർ AGHS ഡോക്ടർ ഷിനു KS ആണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.